ഇവനെന്തിനാ ഇങ്ങോട്ട് വന്ന്? നിങ്ങൾ വന്നേ. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും ശരി, ചില തീരുമാനങ്ങൾ ഞാൻ എടുക്കും. വാ ശിവാനി. എക്സ്ക്യൂസ് മീ സർ. നോക്ക് സർ, സാർ ഇത്രയും നേരം പ്രതീക്ഷയോടെ കാത്തുനിന്ന് സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് ദാ എത്തിക്കഴിഞ്ഞു. വെൽക്കം പറഞ്ഞ് ഗൗതമിനെ സ്വീകരിച്ചോളൂ. എന്തു പറ്റി സർ? വെൽക്കം ചെയ്യൂ. വെൽക്കം ഗൗതം. നിക്ക്. എന്തിനാ നിങ്ങൾ രണ്ടും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഈ ഫംഗ്ഷൻ നശിപ്പിക്കാൻ വേണ്ടിട്ടാണോ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന്? ആദ്യം ഇവള് വന്നു, തൊട്ടു പിന്നാലെ ഇവ വന്നേക്കുന്നു. ഒരു നല്ല ഫംഗ്ഷൻ നശിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? എന്താ മേഡം ഇത്? സ്വന്തം പിറന്നാൾ ഫംഗ്ഷൻ കുളമാക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരു ദുരുദ്ദേശമുള്ളവരെ വിളിച്ചു വരുത്തുവോ? എന്നെയും ഗൗതമിനെയും ഈ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ച ഈ CKC അങ്കിൾ വളരെ മാന്യമായി പെരുമാറുന്നതും ശാന്തനായി നിൽക്കുന്നതും കണ്ടില്ലേ? പിന്നെ മാഡത്തിന് എന്താണ് പ്രശ്നം? CKC അങ്കിൾ ക്ഷണിച്ചു എന്ന് പറയുന്നതൊക്കെ വെറും നമ്പറാണ് ആന്റി. രണ്ടെണ്ണത്തിന് എന്തോ ദുരുദ്ദേശമുണ്ട്. ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. എന്താ CKC ഇത്? അപമാനിക്കാനാണോ എന്നെ നിധിയും ഈ ഫംഗ്ഷനിലേക്ക് വിളിച്ചു വരുത്തിയത്? CKC സാർ വിളിച്ചിട്ട് എന്റെ പിറന്നാളാണെന്നും മുഖ്യ അതിഥികളായി ഗൗതമും ഭാര്യയും എത്തണമെന്നും വന്ന് ആശീർവദിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആശീർവാദമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. വന്ന വഴിക്ക് ഇറങ്ങി പോകാൻ നോക്ക്. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ നിധി, വേണ്ട വേണ്ടെന്ന്. അപ്പൊ നിനക്കല്ലായിരുന്നു വാശി? CKC സാറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്നും ഗിഫ്റ്റ് കൊടുക്കണമെന്നും വലിയ സന്തോഷത്തോടെ പിരിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? CKC സാറ് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവരെ ആരും വിശ്വസിക്കുന്നുമില്ല. കണ്ടോ? തെറ്റുപറ്റിയത് എനിക്കാ. ഫംഗ്ഷന് വരുന്നില്ല എന്ന് പറഞ്ഞ് ഗൗതം വീട്ടിലിരുന്നതാ. ഞാൻ തനിച്ചാ ഫംഗ്ഷന് വന്നത്. അപ്പോ ഈ സാറാണ് ഗൗതമിനെ വിളിക്കെന്നും ഗൗതം വന്നേ പറ്റൂ എന്ന് നിർബന്ധിച്ചത്. അതുകൊണ്ടല്ലേ ഫംഗ്ഷൻ ഇത്രയും ലേറ്റ് ആവാൻ കാരണം. ഇവർക്ക് 3 പേർക്കും ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. ഈ അവസാന നിമിഷവും ഗൗതമിനെ വിളിച്ച് CKC സാറ് വന്നേ പറ്റുമെന്നും പറഞ്ഞ് നിർബന്ധിച്ചതിന് തെളിവുണ്ട്. അല്ലെങ്കിൽ സാറിന്റെ ഫോൺ എടുത്ത് ഏറ്റവും അവസാനം ചെയ്ത കോളിന്റെ നമ്പർ ഒന്ന് നോക്കി, ആ കോൾ റെക്കോർഡ് നോക്കിയാ കാര്യങ്ങൾ മനസ്സിലാവും. എന്തിനാ CKC മടിച്ചു നിൽക്കുന്നത്? ആ ഫോണങ്ങ് കൊടുക്കുന്നേ. മേഡത്തിന്റെ കയ്യിലോട്ട് കൊടുക്ക്. മേഡം ഒന്ന് കേട്ടു നോക്കട്ടെ. CKC ആ ഫോണിങ്ങി തന്നെ. എന്തിനാ ജ്യോതി അതൊക്കെ? നിങ്ങൾ ക്ഷണിച്ചിട്ടല്ല ഇവര് വന്നതെങ്കിൽ മുഖത്തടിച്ചതുപോലെ ഇറങ്ങി പോവാൻ പറഞ്ഞ് രണ്ടിനെ ഇവിടുന്ന് ഒഴിവാക്ക്. പറഞ്ഞു വിടങ്ങളെവരെ. അങ്കിൾ എന്തിനാ മടിക്കുന്നേ? പിടിച്ച് പുറത്താക്ക്. മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. വേണ്ട, ഇനി CKC ഒന്നും ചെയ്യണ്ട. ഞാനായിട്ട് തന്നെ പറഞ്ഞു വിട്ടോളാം രണ്ടെണ്ണത്തിനെ. ജ്യോതി ഒന്ന് സമാധാനപ്പെട്. അടങ്ങിയേക്ക് പ്ലീസ്. പ്ലീസ് ജ്യോതി. ഗൗതമിനെ ഞാൻ തന്നെയാണ് ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചത്. എനിക്ക് ഗൗതമിനെ കൂടി ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കണമെന്ന് തോന്നി. ഒരാവശ്യം ഉണ്ടായിരുന്നു.
നിങ്ങൾക്ക് വട്ടാണോ CKC? എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? ജ്യോതി, നമ്മുടെ ഗസ്റ്റുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? ഒരു വിഷയം ഉണ്ടാക്കണ്ട ഇപ്പോ. വിഷയം ഉണ്ടാക്കും ഞാൻ. എനിക്കൊരു മറുപടി കിട്ടണം. നിങ്ങൾ എന്തിനാ ഇവരെ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചത്? ഗൗതമനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളല്ലേ ഞങ്ങള്. ബിസിനസ് ലോകത്ത് ശത്രുതയും മത്സരവും പോരാട്ടവും ഒക്കെ കാണും. പക്ഷേ അതിന്റെ പേരിൽ അത് പിന്നെ ഇതിപ്പോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ? അങ്ങനെയാവുമ്പോ എല്ലാ ബിസിനസ്സുകാരെയും ക്ഷണിക്കുന്നതല്ലേ? ഗൗതമനെ അപ്പൊ എങ്ങനെ ഒഴിവാക്കുന്നത്? അത്രേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷണിച്ചതാ. ഇല്ല, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് കള്ളമാണ്.